DSFIO നടപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും പ്രതിരോധ വലയം തീർക്കുകയാണ് CPM നേതൃത്വം. വീണ വിജയനെ പ്രതി ചേർത്തത് ഗൂഢാലോചനയാണെന്നും രാഷ്ട്രീയമായി നേരിടുമെന്നും എന്നാണ് CPM നിലപാട്. CPM പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടെയുള്ള കേന്ദ്ര ഏജൻസി നടപടിയെ സംശയത്തോടെയാണ് നേതാക്കൾ കാണുന്നത്. SFIO അന്വേഷണം സ്റ്റേ ചെയ്യാൻ CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ തിടുക്കപ്പെട്ട് കുറ്റപത്രം നൽകിയതിൽ ദുരൂഹതയെന്ന് CPIM കരുതുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ പ്രതിചേർത്തത് പാർട്ടിയെ കളങ്കപ്പെടുത്താനുള്ള നീക്കമെന്നാണ് CPIM വിലയിരുത്തൽ. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി നൽകിയത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ ശക്തിയായി പ്രവർത്തിക്കുന്ന CPIMനെ കളങ്കപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് രാഷ്ട്രീയ ശക്തിയായ കടന്നാക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ്. ഈ രാഷ്ട്രീയത്തെ ശക്തിയായിട്ട് ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. CPIM പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടെയുള്ള കേന്ദ്ര ഏജൻസി നീക്കത്തെയും സംശയത്തോടെയാണ് പാർട്ടി കാണുന്നത്. പാർട്ടി കോൺഗ്രസിനിടയ്ക്ക് മാത്രമല്ല, പിണറായി വിജയനും സ്റ്റാലിനും രണ്ട് മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സെമിനാർ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഇന്നലെ നടന്നു. ആ ദിവസം നോക്കിയിട്ടാണ് കേന്ദ്ര ഏജൻസിയുടെ നീക്കം മുഖ്യമന്ത്രിയെ തകർക്കാനുള്ള നീക്കമാണെന്നും നേതാക്കൾ. ഈ പുതിയ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമായ ഗൂഢനീക്കങ്ങളുണ്ട്. അത് UDF ഉണ്ട്, BJP ഉണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള ഈ നീക്കം നടത്തുന്നത്. ഒരു തരത്തിലും പിണറായി വിജയന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെയോ അദ്ദേഹത്തിന്റെ കഴിവിനെയോ ഒരു കാരണവശാലും ഇത് തളർത്താൻ അനുവദിക്കില്ല. പാർട്ടി കോൺഗ്രസിൽ പുതിയ ജനറൽ സെക്രട്ടറി, PB, CC തെരഞ്ഞെടുപ്പുകൾ ദിവസങ്ങൾക്കകം നടക്കാനിരിക്കെയാണ് പിണറായി വിജയനെയും മകളെയും പ്രതിരോധിച്ച് നേതാക്കൾ കൂട്ടമായി രംഗത്തെത്തുന്നത് എന്നതും ശ്രദ്ധേയം. 24 മധുര.